കേരള ജനക്കൂട്ടം ഒന്നടക്കം കാത്തിരുന്ന ഫിസിക് റിവ്യൂല് അല്ലേ, നിങ്ങൾ തന്നെ കണ്ടോ? ഒരു ഫെബ്രുവരി 14 എത്ര മാസമായി? 2 മാസം. 2 മാസം ഡയറ്റ് എടുത്തിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ തന്നെ വേണമെന്ന് അവന്റെ വൈഫും വേറെ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് ഫിസിക് റിവ്യൂല് വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് അണ്ണന് പ്രീ വർക്കൗട്ട് പ്രൊമോഷൻ ഇല്ല. ഇത് കുപ്പി വേറെ ഏതോ ബ്രാൻഡിന്റെ, അതും നമുക്കറിയത്തില്ല. സാധനവും ഏതോ ഒരു ബ്രാൻഡിന്റെ, അതും നമുക്കറിയത്തില്ല. ഡ്രീമറിന്റെ കുപ്പി ഡ്രീമറിന്റെ ആണ്. ഡ്രീമർ ക്യാമിയോ റോഡിൽ ഓടിച്ചാടി വരും. എടുക്കണ്ട വേറെ പ്രീ വർക്കൗട്ട് ആണ്, നല്ല ബ്രാൻഡാണ്. പ്രീ വർക്കൗട്ടിന്റെ ആഫ്റ്റർ എഫക്ട് അതിനെയല്ല, അതുള്ളതാ. അയ്യോ, ഈ വേനൊന്നും അറിയാൻ മതിയായിരുന്നു, കുറച്ച് ആശ്വാസം ഉണ്ടോ? ഷോൾഡർ ഒരു ബൈസിനും കൂടെ ഒരു സാധനം കൂടെ കുത്തിക്കഴിഞ്ഞു. അത് ഫെബ്രുവരി 14 ഉണ്ണിക്കണ്ണ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. ഇനി ആ സാധനം പിടിക്കും. ഇനി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ദമ്പല് തലേ കൊള്ളു. ഓക്കെ, ഒന്ന് അത് കീറാൻ വെക്കണ്ടോ? അങ്ങോട്ട് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ട്രങ്ക് നമ്പർ 2 കേരള ജനക്കൂട്ടം ഒന്നടക്കം കാത്തിരുന്ന ഫിസിക് റിവ്യൂല് ഫെബ്രുവരി 14 എത്ര മാസമായി? 2 മാസം. 2 മാസം ഡയറ്റ് എടുത്തിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ തന്നെ വേണമെന്ന് അവന്റെ വൈഫും വേറെ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് ഫിസിക് റിവ്യൂല് അപ്പോൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് അണ്ണന് പ്രീ വർക്കൗട്ട് പ്രൊമോഷൻ ഇല്ല. ഇത് കുപ്പി വേറെ ഏതോ ബ്രാൻഡിന്റെ, അതും നമുക്കറിയത്തില്ല. സാധനവും ഏതോ ഒരു ബ്രാൻഡിന്റെ, അതും നമുക്കറിയത്തില്ല. ഡ്രീമറിന്റെ കുപ്പി ഡ്രീമറിന്റെ ആണ്. ഡ്രീമർ ക്യാമിയോ റോഡിൽ ഓടിച്ചാടി വരും. ക്യാമിയോ റോഡിൽ ഓടിവാ. അതെ, ഇതിൽ മിക്സ് ഉണ്ട്. ഇനി ഇതിന്റെ ആഫ്റ്റർ എഫക്ട് കാണാം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ. പ്രീ വർക്കൗട്ടിന്റെ ഇവിടെ വീഡിയോക്ക് കാണത്തില്ല. നിന്നോ ഇരിക്കും. വേനെടുക്കണ്ട വേറെ പ്രീ വർക്കൗട്ട് ആണ്, നല്ല ബ്രാൻഡാണ്. പ്രീ വർക്കൗട്ടിന്റെ ആഫ്റ്റർ എഫക്ട് ഇത് ഞാൻ നിങ്ങൾക്ക് താത്തി കാണിച്ചേ, നല്ല മനസ്സിലാവുള്ളൂ. അയ്യോ, അതിനെയല്ല, അതുള്ളതാ. അയ്യോ, ഈ വേനൊന്നും അറിയാൻ മതിയായിരുന്നു, കുറച്ച് ആശ്വാസം ഉണ്ടോ? മോഹൻ ചോക്കും. ആഫ്റ്റർ എഫക്ട് പ്രീ വർക്കൗട്ടിന്റെ സീനാട്ടാ. ഇത് എല്ലാ തവണ കാട്ടി കൂടുതലാ. അതീ കൂടുതലിട്ടുണ്ടോ? കൂടുതലിട്ടാ. അയ്യോ, ചത്തുവോ? ഇത് 5 അതെ, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്. മുഖത്തുകൂടെ കൈ പിടിക്കുമ്പേ അപ്പർ ബോഡി ഫുൾ കൈയൊക്കെ തോന്നൂലേ? ചെസ്റ്റ് ഷോൾഡർ ഒരു ബൈസിനും കൂടെ ഒരു സാധനം കൂടെ കുത്തിക്കഴിഞ്ഞു. അത് ഫെബ്രുവരി 14 അതല്ലാതെ ഇല്ല, എനിക്ക് ഓക്കെ. എനിക്കിപ്പോൾ എടുക്കൂല, എനിക്ക് 5 മിനിറ്റ് എടുക്കണം. എടാ എന്താ ഫസ്റ്റ് നമുക്ക് മെഷീനിൽ അടിക്കാം. എന്തിനും അടിക്കാം. ഫസ്റ്റ് വർക്കൗട്ട് ഓൺ ദി മെഷീൻ. അയ്യോ, മുടി അലമ്പൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല. ആറാത് പ്രസ് അല്ലേ? ചെസ്റ്റ് പ്രസ് അടിക്കണ്ടേ? ചെസ്റ്റ് പ്രസ്. ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഫ്ലാറ്റ്. വയറുവേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. എടുക്കണ്ടോ? അതിന്റെ വയറുവേദന എടുക്കുന്നുണ്ട്. അഭിത്തെ വയറുവേദന മാറി.
ഫസ്റ്റ് സെറ്റ് 4 സെറ്റ് ആയിരിക്കും. ആ 40, 30, 20, 10. അത് 40 റപ്പ്, 30 റപ്പ്, 20 റപ്പ്, 10 റപ്പ്. ആ വെയിറ്റ് വെയിറ്റ് നമുക്ക് ഒരു നിന്റെ മീഡിയം വെയിറ്റ് ഏതാ? എനിക്കൊരു 60 ആയിരിക്കും മീഡിയം വെയിറ്റ്. മീഡിയം വെയിറ്റ് അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അയ്യോ എനിക്കൊന്നും തലേ കയറാം. ആ ശരി. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അങ്ങനെ ഓരോ 4 സെറ്റ്. ആ 10 റപ്പിന്റെ ഹെവിയാ പോവാ. ആണോ? അങ്ങനെയാണെങ്കിൽ മീഡിയം വെയിറ്റ് 50 ആ ഓക്കെ. പോരെ? 40 അടിക്കണ്ടേ? 40 അടിക്കണം. ആ 10ന്റെ ഹെവി വെയിറ്റാ. ഓ 50 40 ആ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്ലൈസ് അല്ലെങ്കിൽ മെഷീൻ ഫ്ലൈസ് ചെയ്യാൻ ഡബിൾ ഫ്ലൈസ്. മെഷീൻ ഫ്ലൈ 20ന്റെ 2 സെറ്റ്. ഓക്കെ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഷോൾഡറിലേക്ക് പോകും. സൈഡ് ലാറ്ററൽ റൈസസ് 40, 30, 20, 10. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്രസ്. ഓക്കെ ഓക്കെ 20യുടെ 2 സെറ്റ്. ആ ട്രൈസെപ്സ് പ്രസ് ഡൗൺ 4 സെറ്റ്. ആ 2 സെറ്റ് സ്കൾ ക്രഷർ. ഓ സ്കൾ ക്രഷർ. ആ എന്നിട്ട് ബൈസെപ്സിന് നമ്മൾ വേറെ ഒരു പമ്പിങ് വർക്കൗട്ട് ചെയ്യണം. അത് ലാസ്റ്റ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ എത്ര അഭിത്തെ ഓടിവാ. അയ്യോ രോമാഞ്ചൊന്നും പോയി കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്. 50 ഓക്കെ അല്ലേ? 50 പോകൂലേ? 40 പോകൂലേ? റെഡി. ഓക്കെ 40. 1 ടെമ്പോയിൽ പോട്ടെ. 3, 4, 5, 6, 7, 8, 9, 1 ടെമ്പോ. അതായത് ഇറക്കുമ്പോഴും 1 9, കയറ്റുമ്പോഴും 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സോ ഇത് നിന്റെ മീഡിയം വെയിറ്റ് 50 ആണെങ്കിലും നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ കുറക്കാം. ഇത് നോക്കിയല്ലേ? ആ ഓക്കെ 35. അത് പറയണ്ടായിരുന്നു വീഡിയോയില്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നിനക്ക് ആ സെയിം വെയിറ്റ് ആണോ? ആ അത് തന്നെ പെട്ടെ. അവന് ഈഗോ. എടാ 40 ഇത് ഇങ്ങനെ ഉണ്ട്. അവൻ 35 മാറ്റി 35 ഇട്ടു. 45. കുറച്ച് പറയും. അടുത്ത ഡ്രീമർ ലെഗിന്റെ ഇടയ്ക്ക് ചെസ്റ്റ് അടിക്കുന്നത്. 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Push. 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ അലിസറ ലാസ്റ്റ് സെറ്റാ? ലാസ്റ്റ് സെറ്റ്. അതായത് പറഞ്ഞോ. ഇത്രയും നേരം 1:1 റേഷ്യോ ആയിരുന്നു. ഒറ്റയടിക്ക് പൊക്കുന്നു താക്കുന്നു. ഇനി 1, 2 ആണ് ടെമ്പോ. മുകളിലേക്ക് 1 സെക്കൻഡ്, താഴേക്ക് 2 സെക്കൻഡ്സ്. ഹോൾഡ് ചെയ്ത് സ്ലോയിൽ ഇറക്കണം. ലാസ്റ്റ് സെറ്റ്. അപ്പൊ ഇത് ഹെവി വെയിറ്റ് 10 റപ്പ് കേട്ടോ. ഹെവി വെയിറ്റ്. മുകളിലേക്ക് എക്സ്പ്ലോസീവ് 1, 2 സെക്കൻഡ്സ്. പിന്നെ താഴെ റെസ്റ്റ് ഇല്ല. ഓക്കെ. ആയിരുന്നു. ഞാനൊരു 75 പോട്ടെ. 100 അടിക്കാം. 80 അടിക്കോ? 80 അടിക്കാൻ. പക്ഷെ എനിക്ക് ക്ലീൻ ഞാൻ പുഷ് ചെയ്ത് തരാം. നീ താഴത്തേക്ക് സ്ലോ ആക്കാൻ മതി. ഞാൻ 70 തരട്ടെ. 55 70 പോട്ടെ. ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇല്ല ഓക്കെ. അഭിത്തേപ്പാ അഗെയിൻ നമ്മൾ സൈഡ് ലാറ്ററൽ റൈസസ് ചെയ്യണേ. ആ അതിൽ ഇതുപോലെ 4 സെറ്റാ. 40, 30, 20, 10. സ്റ്റാർട്ടിങ് ഫ്രം 5 kg. 5 kg ആ? 5 kg വെച്ചിട്ടാ. 5 kg 40 സെറ്റാ. സൈഡ് ലാറ്റർ റൈസ് കേട്ടോ. ഇല്ല 5 kg 30 റെപ്സിൽ 5 kg ബോളിങ്. ഓക്കെ. ഞാൻ ലാറ്റർ റൈസ് ചെയ്യാൻ വെച്ച ആരാ 22 5 kg പോകുമെന്ന് ഉറപ്പാണോ? 4, 2, 3, 4, 5, 6, 7, 8, 9. കാർത്തിക് ഞാൻ ഇവിടെ വെക്കോ? നീ ഫ്രെയിമിലുണ്ട്.
ഞാൻ ഇവിടെ വെക്കോ, നീ ചെയ്തോ. 2 വീഡിയോയിലുണ്ട്, സീനില്ലല്ലോ. 4 എന്ത് സീൻ? 5 6 7 8 9 20. Good. 20 more. 1 2 3 4 5 6 7 8 9 10. 10 more. 10 9 8 7 6 5 4 3 2 1. Good. ഇവൻ റെഡ് ഹൾക്കായിട്ട് മാറുന്നത്. ഇവന്റെ അടുത്ത് ചൂടടിക്കുന്നത്. ഇങ്ങോട്ട് ദേ ക്യാമറ ഉണ്ണിക്കണ്ണ ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്ക്. ഇനി ആ സാധനം പിടിക്കും. ഇനി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ദമ്പല് തലയിൽ കൊള്ളു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇവിടെ വന്നിട്ടേ നമുക്ക് ഈ ഒരു വേരിയേഷൻ പോകും. ഓ ഇതോ. 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30 and 1 2 3 4 5 6 7 8 9 10. Good. ഞാനോ അഭിത് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, സമയമുണ്ട്. ആണല്ലോ. ഇത് 4 സെറ്റ് അല്ലേ? ഇത് നമ്മുടെ അതെ 4 സെറ്റാ. റെഡി ഗോ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 3 4 5 6 7 8 വേഗം മൊത്തം. എടാ അത് പ്രീ വർക്കൗട്ടിന്റെ അല്ലടാ. നീ ടീ വെച്ച് തുടങ്ങണ നീ കഴിച്ചായിരുന്നോ? ടീ വെച്ച് തുടങ്ങുന്നു. ടീ വെച്ച് തുടങ്ങണ ടൈഗർ ബിസ്ക്കറ്റ്. എനിക്ക് ആൾക്കാർ ഞാൻ സ്റ്റെറോയിഡാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം, പക്ഷെ അതിനുള്ള ബോഡി എനിക്കില്ല. അത് ചിലപ്പോ എക്സ്പയർ ചെയ്തായിരിക്കും. കോഴിക്കില്ല കുതിരക്ക്. കോഴിക്ക് ടെസ്റ്റോസ്റ്റെറോൺ അല്ലടാ കുത്താണ്, ഈസ്ട്രജൻ ഹോർമോൺ. അല്ല ഞാൻ പറഞ്ഞ വലുതായി. ട്രെൻഡ്. ഇത് ആർക്ക് വേണ്ടി അടിക്കണേ? പൊക്കിക്ക്. ഈസി. ഇത് ഞാൻ ഇപ്പം ടെസ്റ്റ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. നോക്കി ഇപ്പം നാച്ചുറൽ ആണോ അല്ലേന്നറിയാം. വീഡിയോ എടുക്കാൻ വേണ്ടി വൈകുന്നേരം അവൻ്റെ ഡേറ്റ് ഉണ്ട്. ഏതോ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാനുണ്ട്. വീഡിയോ ഷൂട്ട് ഇവന്റെ ഫിസിക് റിവീൽ ചെയ്യുന്നത്. അയ്യോടാ എനിക്ക് കുറവാ. ഞാൻ പിന്നെ കോമ്പറ്റീഷന്റെ 2-3 ആഴ്ച മുമ്പ് എടുത്താ പിന്നെ എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ? സുഹൃത്തെ നിനക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാ. നീ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ. ഇത് കോമ്പറ്റീഷൻ 2-3 വീക്ക് മുമ്പ് എടുത്തത്, എന്നിട്ടേ കട്ട് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. പോരാ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഡ്രീമറിന്റെ ടെസ്റ്റോസ്റ്ററോൺ കട്ട് ചെയ്യോ? കട്ട് ചെയ്യോ? കട്ട് ചെയ്തു. 600 സംതിങ് ആണ്. അത് കൂടുതലാണല്ലോ. 600-700 സംതിങ് ആണ്. 700 mg/dL ഡി അല്ല, അത് കൂടുതലാണ്. അതാണ് അവന് 6 പാക്ക് ഉള്ളത്. മനസ്സിലായോ? ഡ്രീമറെ അതിന്റെ ടെസ്റ്റോസ്റ്റെറോൺ റിപ്പോർട്ട് കുറച്ച് സസ്സാണല്ലോ. അതല്ല നിനക്ക് എത്ര 800? ഇത് ഇത് പറഞ്ഞേ, നമ്പർ പറഞ്ഞേ. 799. അതാ സ്പീഡ്. ഇത് വിളിക്കണം ആൾക്കാർ. അതെ ശരിയാണല്ലോ. എന്റെ പൊന്നു വിനായക, വർക്കൗട്ടാ ടെസ്റ്റോ? എന്നാ അടിച്ചേ? അടുത്ത വർക്കൗട്ട് ഞാൻ കൊടുത്തോളൂ. ചെയ്തില്ല അവൻ. എന്നെ അടുത്ത വർക്കൗട്ട്. ഓക്കെ, അടുത്ത് റയർ ഡെൽറ്റോഡ് ഫ്ലൈസ് ആണ്. റയർ ഡെൽറ്റോഡ് ഫ്ലൈസ് 20 reps 2 sets. ഓക്കെ, സ്ട്രേറ്റ് ചെയ്യുക. 1 second തിരിച്ച് 2 seconds തിരിച്ച് നെഗറ്റീവ് വരാം. എത്ര? 20 റപ്പാ. 20. 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9. Yes, good. 719 ഡിവൈഡ് ചെയ്ത് 719 ഡിവൈഡ് 2 ഡിവൈഡ് 2. 719 ഡിവൈഡ് 2. അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ 6 ആണ്. 7
8, 9, 10, 370. 2, 3, 790 അല്ല കേട്ടോ, 5, പറ 6, 790 അല്ലേ? 719. 719 ആണോ? 150. 360. എങ്ങനെ 359? 359.5. ആ, അതായത് അവന്റെ നേരെ പകുതി ടെസ്റ്റോസ്റ്ററോൺ നിനക്ക് എനിക്ക് 315 ഉള്ളായിരുന്നു ടെസ്റ്റോസ്റ്ററോൺ ലെവല്. ആ ഡ്രീമറെ, അന്റെ ടെസ്റ്റോസ്റ്ററോൺ എന്നാ എടുത്തേ? കട്ട് ചെയ്തതിന്റെ ഇവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ അല്ലല്ല, അതാ കട്ടിങ് ടൈമിലാണോ കട്ട് ചെയ്ത് കുറെ കഴിഞ്ഞിട്ടാണോ? ആ, 1 മാസം മുമ്പാണ് എടുത്തേ. അപ്പൊ ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ഉണ്ടാവുള്ളൂ. അവൻ കട്ട് ചെയ്ത സമയത്താണെങ്കിൽ അവന് ടെസ്റ്റോസ്റ്ററോൺ കുറവായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്യുമല്ലേ, അപ്പൊ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഭയങ്കര തീരെ കുറവായിരിക്കും. അപ്പൊ എനിക്ക് 319 mg/dl ആയിരുന്നു. ഇത് ജനുവരി 5-ാം തീയതി എടുത്തത്. ആ, അപ്പൊ അവൻ ബൾക്കിംഗ് ടൈമിൽ ഇവൻ, അപ്പൊ അവന്റെ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിരിക്കും. നീ ഇപ്പൊ ബൾക്കിംഗ് അല്ലേ? ആ, ഇപ്പൊ എന്നെ എടുക്കുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് കൂടുതലായിരിക്കും. എടുത്തു നോക്ക്. ഹോർമോൺ 2-3 ആഴ്ച പറയട്ടെ, നിനക്ക് ആപ്സ് വേണമെങ്കിലേ, നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഉണ്ടെങ്കിൽ ആണ് ആപ്സ് അത്ര പെട്ടെന്ന് വിസിബിൾ ആവുള്ളൂ. ഞാൻ പറയട്ടെ, ലീൻ ഫിസിക് അല്ലായിരുന്നു എനിക്ക്. എനിക്ക് മസിൽ മാസ് ഉണ്ടായില്ല തുടക്കവും. എന്റെ ഇപ്പൊ നോർമലേക്കാണ്. അത് ഒരാളെ കാണിക്കാൻ വേണ്ടി ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല, എടുക്കാണ്ട് ചെയ്യണമെന്ന് കാണിക്കാൻ. വർക്കൗട്ട് ഫുള്ള് തീരുന്നതിന് മുമ്പ് അവന്റെ ഡ്രസ്സ് ഊരിയാലോ? ഇപ്പൊ മാറ്റിക്കോ. ഊരട്ടെ എന്നാന്ന് തോന്നേ. വർക്കൗട്ട് ഫുള്ള് തീർന്നില്ല, പക്ഷേ അതിനുമ്പ് ചെറിയൊരു പമ്പിൽ കാണിച്ചു തരാം. അങ്ങോട്ട് തിരിഞ്ഞേ, കമോൺ നോക്കട്ടെ. മാറ്റിക്കോ. ഒന്ന് പിടിച്ചേ, കൈ പിടിച്ച് നിന്ന്, ഷോൾഡർ പിടിച്ചേ. കുറച്ച് മോസ് മസ്കുലർ പിടിച്ചേ. ടീഷർട്ട് ഇട്ടിട്ട് മോസ് മസ്കുലർ. ഓക്കെ, ഒന്ന് അല്ലേ, നിങ്ങൾ തന്നെ കണ്ടോ ഊരി. അത് കീറാൻ വെക്കണ്ടോ? അങ്ങോട്ട് ഡബിൾ ബൈസെപ്സ്. ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ്. വായിക്കും വരുമോ? വായിക്കും പിടിക്കാൻ പറ്റുമോ? സൈഡ് ചെസ്റ്റ്. ആ, ഇപ്പൊ ഫ്രെയിമിൽ നിന്ന് മാറുന്നു. നമുക്ക് പിന്നെ കോമ്പറ്റീഷൻ എടുക്കാം. സൈഡ് ചെസ്റ്റ്. ഓ, തിരിയട്ടെ. ഓക്കെ, ഇനി ബാക്ക് ലാറ്റ് സ്പ്രെഡ്. ആ, ഇന്ന് നല്ല കോമ്പറ്റീഷൻ. ലാറ്റ് സ്പ്രെഡ് പറഞ്ഞപ്പോൾ ഡബിൾ ബൈസെപ്പ് പിടിച്ചു. പോയിന്റ് കളഞ്ഞേ കേട്ടോ. ഇപ്പൊ ജഡ്ജസ് ഇത് സമ്മതിക്കല്ല. ലാറ്റ് സ്പ്രെഡ്. അതെ, എനിക്ക് ലാസ്റ്റ് വാണിംഗ് വന്നായിരുന്നു കോമ്പറ്റീഷന്. ആപ്സ് പിടിച്ച്. അബ്ഡോമിനൽ ലൈൻ തൈസ്. ആ, ഓക്കെ. 1, 2, 3, 4, 5, 6 ഫെബ്രുവരി 14-ാം തീയതി 6 പാക്ക് കൊണ്ടിരുന്നു. മോസ്റ്റ് മസ്കുലർ. മ്യൂസിക്കൽ ഇടാൻ പറ്റുമോ ഇതിനിടക്ക്? അലിസറേ, പാട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത പറഞ്ഞിട്ടെ. നിനക്ക് ഇങ്ങനെ ഇരിക്കണ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റൂടോ? എടാ, പാട്ട് ഓഫ് ചെയ്യടാ. ഓ, വരുന്നുണ്ട്. എടാ, സിസ്റ്റം ഓഫ് ആണോ? ഇല്ലല്ലോ, ഓണാണോ? ഒരു പാട്ടിട്ട്. ഏത് പാട്ടാണ്? മറ്റേ ചന്ദ്രചൂട ശിവശങ്ക. എനിക്കറിയത്തില്ല. അവിടെ വർക്കാണല്ലോടാ, അവിടെ പാട്ടിടോ. ഡ്രീമർ, അന്റെ ഫിസിക് കണ്ടീഷനില്ലേ, ഏതെങ്കിലും നല്ല കണ്ടീഷനില്ലേ? എടാ, ഏത് പാട്ടെന്ന് പറഞ്ഞോടാ. ഏത് പാട്ടാ? ചെക്കമ്മ നല്ല പാട്ട് ഏതാ ഉള്ളേ? എടാടാ, നിനക്ക് മറ്റേ ഹിറ്റ് ദ സ്കൈ ഫോൾ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പാട്ടില്ലേ? ആ സാധനത്തിന് മറ്റേ കൊടുക്കുന്നുണ്ട്. സൂപ്പർമാൻ്റെ. അല്ലോ,
ലക്കി ഭാസ്കറോ? ലക്കി ഭാസ്കറിന്റെ ബീജമോ പറഞ്ഞു. അതെന്നിട്ട് എനിക്കിപ്പോ കൈ ഇങ്ങനെ പിടിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അതെ ഇതിലല്ല അവിടെ ഇടണം. ലക്കി ഭാസ്കർ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. കമോൺ. അഭിയത്തെ കമ്പാരിസൺ അഭിയത്തിനെ വിളിക്കണം കേട്ടോ. ആ കമ്പാരിസൺ അഭിയത്തിനെ വിളിക്കാം. വാ വാ ഡ്രീമർ കമ്പാരിസൺ ഉണ്ടോ? വാ വാ വെറുതെ അവിടെ നിന്നോ. ആ വെറുതെ പോസ് ചെയ്. ഓക്കെ നീ അങ്ങോട്ട് മാറിക്കേ. ദൈവനായിട്ട് നീ അവിടെ നിന്നോ അവിടെ നിന്നോ. പറയാനല്ല പറഞ്ഞത്. നീ ഡ്രസ് ഇട്ട് പോസ് ചെയ്യാന്ന് പറഞ്ഞ. ആ അതാണ് വയറ്. 6 ബാക്കിയുണ്ട്. അല്ല നമുക്ക് പോയിന്റ് കൊടുക്കാം. അഭിയത്തെ നീ നിന്നോ. അല്ല അവൻ 180p വേർഷൻ ഉണ്ട്. നിന്നോ. ആരാ ഇവനാണോ? ആ ഇവൻ ഒരു 720p ഉണ്ടോ. ട്രങ്ക് നമ്പർ 101. വാ കേറ്. ട്രങ്ക് നമ്പർ 1 കറക്റ്റ് നോക്കാവേ. പോസിംഗിൽ നീ ഏതായാലും കോമ്പറ്റീഷൻ ഇറങ്ങണ്ടല്ലേ. അതെ അതെ. അതായത് പോസ് ഇവനെ പഠിപ്പിച്ചത് അണ്ണനാണ്. ഇപ്പൊ ഒരു കമ്പാരിസൺ രണ്ടുപേരും തമ്മിലുള്ളവേ. ഓക്കെ ഓക്കെ. ട്രങ്ക് നമ്പർ 1 അഭിജിത്ത് കൈവെക്ക്. ട്രങ്ക് നമ്പർ 2 വിനായക. അപ്പോ ഇപ്പം അലിസ്റ്റർ ഇപ്പൊ ഇത് പറയവേ. വിനായക് 101. ട്രങ്ക് നമ്പർ 101 വിനായക് കൈവെക്ക്. ആ ട്രങ്ക് നമ്പർ 1 അഭിജിത്ത്. ട്രങ്ക് നമ്പർ 2 വിനായക്. കോച്ച് സാർ. യെസ് സ്റ്റാൻഡിംഗ് പോസ്. സ്റ്റഡി ഫിറ്റ്നസ്. ഓക്കെ സ്റ്റാൻഡിംഗ് പോസ്. ഓക്കെ ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ്. ഓക്കെ സൈഡ് ചെസ്റ്റ് റിലാക്സ്. സെയിം സൈഡ്. അവനെ കട്ട് ചെയ്തോ. അല്ലല്ല തിരിഞ്ഞു നിന്ന് പിടിച്ചോട്ടെ രണ്ടുപേരും കൂടെ. ഓക്കെ കുറച്ച് അടുത്ത് ക്ലോസ് നിന്നേ. ഞാൻ മറ്റേ റെഫറി കേട്ടോ. ഇവിടെ നിൽക്കടാ. ഇവിടെ നിൽക്ക്. ഓക്കെ ഹോൾഡ്. റിലാക്സ്. ഓക്കെ ലാറ്റ് സ്പ്രെഡ്. Relax ചെയ്യുമ്പം ബാക്ക് ലാറ്റ് സ്പ്രെഡ്. ഓ നൈസ്. ഓക്കെ ബാക്ക് ഡബിൾ ബൈസെപ്സ്. റിലാക്സ്. നിർത്തിക്കുന്നു സൗണ്ട്. ഫ്രണ്ട് ലാറ്റ് സ്പ്രെഡ്. ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് ഓക്കെ. റിലാക്സ്. മോസ്റ്റ് Abdomen. മസ്കുലർ ആണോ? അബ്ഡോമിനൽ അബ്ഡോമിനൽ ആൻഡ് തൈസ്. ഒരെണ്ണം കോരിക്കോട്ടെ. ഒരെണ്ണം കോരിക്കോട്ടെ എന്ന് പറഞ്ഞ. ഓക്കെ ഫ്രണ്ട് അപ്പ്. ആ ശരിയല്ലേ ഇവന്റെ ലെഗ് നമ്മ കണ്ടില്ലല്ലേ. ഓക്കെ മോസ്റ്റ് മസ്കുലർ. മോസ്റ്റ് മസ്കുലർ ഈ സാധനം. എന്താ നിനക്ക്? ആ അത് തന്നെ. ഓക്കെ ആ വാ പറഞ്ഞുതരാം. ഏതാ അഡക്ടറാണോ? അതാ അല്ല അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ലുത്തുഫി അവൻ ആ വർക്കൗട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാവൂ. അതാ അത് പറഞ്ഞു തരാനാണ് പറഞ്ഞേ. ആ ഓ അത് ശരി. ആ ജഡ്ജി ഇരിക്കടോ. താൻ എങ്ങോട്ടാ ഇടയ്ക്ക് പോകുന്നത്? അവിടെ ഓക്കെ ഓക്കെ. മോസ്റ്റ് മസ്കുലർ. ഓ ഓ യെസ്. ജൂനിയർ വേഴ്സസ് സീനിയർ കാറ്റഗറി അല്ലേ? ഓക്കെ ഇനിയിപ്പം ടൈറ്റിൽ വിന്നറിനെ പറയട്ടെ.
ട്രങ്ക് നമ്പർ 1, ട്രങ്ക് നമ്പർ 2. അല്ലല്ല മ്യൂസിക്കൽ പോസ് ഉണ്ട്. മ്യൂസിക്കൽ പോസ് ഉണ്ട്. അയ്യോ സോറി, മ്യൂസിക്കൽ പോസ് എടേ മറ്റേ ഭാരതം എന്ന എന്തെങ്കിലും. ആ നമുക്ക് മാറ് മ്യൂസിക്കൽ പോസ് ഉണ്ട് കേട്ടോ. മ്യൂസിക് ഇല്ല, കോപ്പിറൈറ്റ് കാരണം. ആ വാ വാ വാ, മ്യൂസിക്കൽ പോസ് എന്തേലും. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ പോസ് വേണേൽ ചെയ്തോ. ഒന്ന് ഇരിക്കുന്നു, മോസ്റ്റ് മസ്കുലർ, അത് കഴിഞ്ഞ് ഫ്രണ്ട് ലാറ്റ് സ്പ്രെഡ്. തീർന്നു. ഇരുന്നിട്ട് ഇത് പിടി. വിനായകൻ കമോൺ. ഓ ഇനി ഫ്രണ്ട് ഡബിൾ ബേസ് ഇപ്പം കൂടെ. റെഡി 1 2. വിന്നറിനെ സെലക്ട് ചെയ്യണ്ടേ? ഓക്കെ. ട്രങ്ക് നമ്പർ 1 അഭിജിത്ത്, ട്രങ്ക് നമ്പർ 2 വിനായകനെ. ഗസ്റ്റ് ഓഫ് ഓണർ സുജിത് ജോസ്. ഗസ്റ്റ് ഓഫ് ഓണർ ഞാൻ. ഡ്രൈവർ. സ്റ്റേജ് മാസ്റ്റർ ഞാൻ. ഗസ്റ്റ് ഓഫ് ഓണർ ഡ്രീമർ, പ്ലീസ് കമോൺ. പ്രൈസ് കൊടുക്ക്. കുപ്പി 2 ലിറ്ററിന് വെള്ളം. ഓക്കെ. ഗസ്റ്റ് ഓഫ് ഓണർ ഡ്രീമർ ഇതിലേക്ക് ക്ഷണിക്കുന്നു. സാംസങ് ഡ്രീമർ ഗെയിമർ ശ്യാം സിംഗ്. കാണിക്കില്ല, കൈ തന്നോളൂ. ഓക്കെ, ഇത് നിന്നോണം. ഇനിയിപ്പം ഫസ്റ്റ് പ്രൈസിന് അനൗൺസ് ചെയ്യാൻ പോവാണ്. ചെസ് നമ്പർ 1 അഭിജിത്ത് ടി പ്രദീപ്, ചെസ് നമ്പർ 2 വിനായകൻ. അപ്പോൾ ഓവറോൾ ടൈറ്റിൽ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാണ്. ഹെഡ് കോച്ച്, ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ, ട്രങ്ക് നമ്പർ 2 വിനായകൻ. കിടക്കുന്നു. ഫോട്ടോ പോസ്റ്റ്. എല്ലാവരുടെ കയ്യിൽ പിടിച്ച് അപ്പുറത്ത് നിന്ന് ഡ്രീമർ, അപ്പുറത്ത് നിന്ന് അവന്റെ അപ്പുറത്ത്. ഇനി കയ്യെല്ലാം റെഡി 1 2 3. ഇനി അയ്യോ, കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഫോട്ടോ എല്ലാവരും കൂടെ എടുക്കണ്ടോ? എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ സെഷനും കൂടെ ഉണ്ട് കേട്ടോ. ജഡ്ജ് അല്ല, കോച്ച്. ഇനി നമ്മുടെ പിന്നണി പ്രവർത്തകർ എല്ലാവരും വരൂ. കോമ്പറ്റീഷൻ നടന്ന ഇവിടെ കണ്ടില്ലേ? അപ്പൊ ഈ പരിപാടി മനോഹരമാക്കി തന്ന എല്ലാവർക്കും 1000 കൂപ്പുകൈ. എല്ലാവർക്കും ഇനി ഒരു ഫോട്ടോ സെഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും അവര് വരും. രണ്ടാമത്തെ ഗസ്റ്റ് ഓഫ് ഓണർ കാർത്തിക് എം പൈ. ബൈ ബൈ. അപ്പുറത്തുനിന്നോ നീ വേണമെങ്കിൽ നിലത്ത് പിടിച്ചോ, അപ്പൊ നിനക്ക് കിട്ടും. സെക്കൻഡ് റണ്ണറപ്പ്. നിന്ന് ആവശ്യമില്ലാത്ത പഠിക്ക് പോരുത്. പ്രൈസ് കിട്ടിയതല്ലേ, ഇനി ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിരുന്നു. അതിനെ വെള്ളം തന്നേക്കണ. നീ മുട്ടൂത്തി ഇങ്ങനെ നിന്നാ മതി. ഈ പരിപാടി നടത്താൻ അറിയാമെങ്കിൽ ആർക്ക് പ്രൈസ് കൊടുക്കണമെന്ന് അറിയാം. അപ്പം ഒരു ഫോട്ടോ എല്ലാവരും കൊണ്ടൊന്നു. ചീസ്. ഇനി ട്രോഫി അടുത്ത വർഷം കൊടുക്കാം. ട്രോഫിയൊക്കെ കമ്പനിക്കുള്ളതാ. ഇതൊക്കെ ഷോ. വെള്ളം തുറക്കാൻ പറ്റാത്ത കുപ്പിയാ. താങ്ക് യു. ബോക്സ് ബേൺ ജിം നടത്തിയ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. കണ്ടു നിന്ന് എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം. ഇത് വീഡിയോ ഇടും വേറെ. അൺഫെയർ ജഡ്ജ്മെന്റ് അത് പറഞ്ഞുകൊണ്ടിരുന്ന പത്രട്ട് അവന്റെ അക്കൗണ്ടിൽ വേറെ വീഡിയോ ഇടും. ഇൻസ്റ്റയിലാ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു വിനായകൻ? സൂപ്പർ പരിപാടി. സൂപ്പർ പരിപാടിയായിരുന്നു. കപ്പ് കിട്ടി. സബ് ജൂനിയറോ എങ്ങനെ ഈയിടെ ഉണ്ടായതേ ഉള്ളത്? ഈ സബ് ജൂനിയർ ഒന്നുമില്ല. വേണമെങ്കിൽ ജൂനിയറും സീനിയർ കാറ്റഗറിയും കൂടെ. ഓവറോൾ അങ്ങനെ ഓവറോൾ ഇങ്ങനെയാ നടത്തണേ. മെസ്സേജ് ഉണ്ട്. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം മെസ്സേജ് ഉണ്ട്. ഇതല്ലേ ഓപ്പാക്കി